നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കേരളത്തിൽ അടുത്ത 5 ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ മഞ്ഞ, അതുപോലെ തന്നെ ഓറഞ്ച്, റെഡ് അലേർട്ടുകളൊന്നും പ്രത്യേകിച്ച് ഒരു ജില്ലകളിലുമില്ല. പക്ഷെ ചില ജില്ലകളിൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, തിരുവനന്തപുരത്തുള്ള രാവിലെയുള്ള ഒരു അന്തരീക്ഷം, ചിലയിടങ്ങളിൽ സിറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ ഒരു മഴയുടെ അന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുള്ള ചില ഇടങ്ങളുണ്ട്. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, നമ്മുടെ ചൂട്, അതായത് കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്ക്, നേത്ര രോഗങ്ങൾക്ക്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇത്തരത്തിൽ ഒരു വശത്ത് ചൂട്, ഒരു വശത്ത് മഴ, ഇത്തരത്തിലാണ് നമ്മുടെ കാലാവസ്ഥ നിലവിലായിരിക്കുന്നത്. അപ്പോൾ ജാഗ്രതയോടെ ആയിരിക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.